Hi friends, welcome back to the channel. Vishish Infotech. NSE ഏറ്റവും വില കുറവുള്ള സ്റ്റോക്കാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വെറും 5 പൈസയേ ഉള്ളൂ. BSEയിലാണെങ്കിൽ 3 പൈസയേ ഉള്ളൂ. പക്ഷേ അതിന് ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനോ ട്രേഡ് നടക്കാറില്ല. വേറൊരു സ്റ്റോക്കുണ്ട് MFL ഇന്ത്യ എന്ന് പറഞ്ഞാൽ 18 പൈസയേ ഉള്ളൂ BSEയിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 555 സ്റ്റോക്ക് നമുക്ക് മേടിക്കാം MFL ഇന്ത്യയുടെ. സോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് 18 പൈസ മതി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. MRF എന്ന് പറഞ്ഞൊരു സ്റ്റോക്കുണ്ട്. MRF എന്ന് അറിയാലോ, ആ ടയർ കമ്പനി. MRF ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്ക്. ഒരു ഷെയറിന് 77,500 രൂപയാണ്. പക്ഷേ MRF അല്ല ഏറ്റവും വലിയ കമ്പനി. നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയിട്ടാണ് ഏറ്റവും വലിയ കമ്പനി ഏതാണെന്ന് തീരുമാനിക്കുന്നത്. സോ MRFന് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ അല്ല ടോട്ടൽ കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നത് 32,000 കോടിയാണ്. പക്ഷേ നമുക്ക് സെയിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. വെറും 138 രൂപയുള്ളൂ. പക്ഷേ അതിൻ്റെ ടോട്ടൽ ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 57,000 കോടിയാണ്. എന്ന് വെച്ചാൽ MRFനേലും 25,000 കോടിയുടെ വാല്യൂ ഉണ്ട് സെയിലിന്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ടോട്ടൽ കമ്പനിയുടെ വാല്യൂ എങ്ങനെ തീരുമാനിക്കുന്നത്? അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ദ പെർ യൂണിറ്റ് പ്രൈസ് ഓഫ് ദർ ഷെയർ. MRFന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 42 ലക്ഷമാണ്. പക്ഷേ സെയിലിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ 413 കോടിയാണ്. ഇനി കമ്മിങ് ബാക്ക് ടു അവർ 100 രൂപ. 100 രൂപ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാതെ നമുക്ക് ബാങ്കിലിടാം, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ETFs ഉണ്ട്, ഗോൾഡ് ETFs ഉണ്ട്, ഗോൾഡ് ബീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗോൾഡിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഗോൾഡിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ETFs വഴി നമുക്ക് ഗോൾഡ് ബീസ് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ലുക്രേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മ്യൂച്വൽ ഫണ്ട് എന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണം. ഞാനത് ഈ വീഡിയോയിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. റീസെൻ്റ്ലി കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് എങ്ങനെ തുടങ്ങുന്നതെന്ന് അറിയാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിലൊരു എക്സ്പോഷർ കിട്ടുക എന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല. സോ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. വളരെയധികം സിമ്പിളുമാണ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Groww ആപ്പും പിന്നെ zerodha കോയിനെ പറ്റിയായിരിക്കും. Groww ആപ്പിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ Groww ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. Groww ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ ആയിരിക്കും. അപ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ KYC ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാവും. സോ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, ആനുവൽ ഇൻകം കൊടുക്കുക, ഏത് പ്രൈവറ്റ് സെക്ടറാണോ പബ്ലിക് സെക്ടറാണോ, എന്താണ് ഓക്യുപ്പേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും ട്രേഡിങ്ങിലുള്ള, അത് കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ളൊരു പേജിലേക്ക് വരും. അത് കഴിഞ്ഞ് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം. ബാങ്ക് ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുക. ബാങ്കിൻ്റെ IFSC, അക്കൗണ്ട് നമ്പർ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. സോ സൈൻ ചെയ്യുക. അത് കഴിഞ്ഞ് ആധാറിലേക്കുള്ള ലിങ്ക് ചെയ്തേക്കാനുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP NSDLൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതൊരു 1 day എടുക്കും നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആവാനായിട്ട്. പക്ഷേ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ അന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇനിയിപ്പോൾ Groww ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എത്താൻ പോകുന്ന പേജ് സ്റ്റോക്സിൻ്റെ പേജ് ആയിരിക്കും. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് പല നിഫ്റ്റിയുടെ ഇൻഡെക്സ് കാണാം, പല സ്റ്റോക്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇനി തൊട്ട് സൈഡിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേജ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരം മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കളക്ഷൻസ് കാണാം. സോ അതൊക്കെ ഓരോ കാറ്റഗറി ഓഫ് ഫണ്ട്സ് ആണ്. നമ്മൾ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് കാണാം. നമ്മൾ തിരിച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലൊരു ബട്ടൺ ഉണ്ട്, ഓൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നമുക്ക് ഒത്തിരി അധികം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് സൈഡിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ 3 year റിട്ടേൺസ് ആണ്. നമുക്കിനി സെർച്ച് ചെയ്യാം. നമ്മളിന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നത് ICICI Prudential ബ്ലൂ ചിപ്പ് ഫണ്ട് എന്നാണ്. സോ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇക്വിറ്റി ഫണ്ടാണ്. ബ്ലൂ ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്. സോ നമ്മളിന്ന് ലാർജ് ക്യാപ് സ്റ്റോക്സിലായിരിക്കും നമ്മളിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഈ ഫണ്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 100 രൂപയാണ്. നമ്മൾ ആ പേജ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം.
സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 100 രൂപയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമ്മൾ മന്ത്ലി SIP എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു പേജ് വരും. സോ നമ്മുടെ എമൗണ്ട് 100 രൂപ ആയതുകൊണ്ട് നമ്മൾ 100 രൂപ എൻ്റർ ചെയ്തിട്ട് ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ zerodha കോയിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം. സോ അത് കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ zerodha കോയിൻ വഴി എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവും. 100 രൂപയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ലിസ്റ്റ് ചെയ്യാനിട്ടേക്കാം. നിങ്ങൾക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ടെലിഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രോയും zerodhയും കൂടാണ്ട് വേറെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. സച്ച് ആസ് ET മണി, Paytm മണി, പിന്നെ ക്യാഷ് റിച്ച് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. കോട്ടക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ HDFCയുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇങ്ങനെ ഒത്തിരി അധികം മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ മന്ത്ലി ഒരു SIP ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു 100 രൂപയ്ക്ക് ഒരു SIP ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. അറൗണ്ട് ഒരു 15% ഒക്കെ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ലോങ് ടേം ഇക്വിറ്റി ഫണ്ട്സ് എന്ന്. സോ നമ്മൾ എല്ലാ മന്ത്ലി 100 രൂപ വെച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറൗണ്ട് 9,000 റുപ്പീസ് നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടാവും. ഒരു 10 വർഷം കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 24,000 റുപ്പീസ് മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടാവും. ഒരു 20 കൊല്ലമാണെങ്കിൽ 1,34,000 മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടാവും. ഒരു 50 കൊല്ലത്തേക്കാണെങ്കിൽ അറൗണ്ട് ഒരു 94 lakhs നമുക്ക് മെച്യൂരിറ്റി എമൗണ്ട് ഉണ്ടാവും. സോ ഇതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണം. നമുക്ക് കോമ്പൗണ്ടിങ് റിട്ടേൺസ് ആണ്. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോങ് ടേമിലേക്ക് നോക്കുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുക. എമർജൻസി ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യരുത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് കീപ് വാച്ചിങ് അവർ വീഡിയോസ്. See you next time. Bye.